Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കമന്റ് ആണ് സി പി കമന്റ്. സി പി പറഞ്ഞാൽ നമുക്ക് ഫയൽസ് കോപ്പി ചെയ്യാൻ അതേപോലെ ഡയറക്ടറീസ് കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമന്റ് ആണ് സി പി കമന്റ്. സി പി കമന്റ് ഈസ് ടു കോപ്പി ഫയൽസ് ആൻഡ് ഡയറക്ടറീസ്. കോപ്പി കമന്റ് അക്സെപ്റ്റ്സ് ടു ആർഗ്യുമെന്റ്സ്. അതായത് സി പി കമന്റ് മെയിൻ ആയിട്ട് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക, സോഴ്സ്, ഡെസ്റ്റിനേഷൻ. ഈ സോഴ്സും ഡെസ്റ്റിനേഷനും രണ്ടും പാത്താണ്. സോഴ്സ് ഈസ് ദി പാത്ത് ഫ്രം വേർ ദി ഫയൽ ഈസ് ടു ബി കോപ്പീഡ്. എവിടെ നിന്നാണ് നമുക്ക് ഫയല് അല്ലെങ്കിൽ ഡയറക്ടറി കോപ്പി ചെയ്യേണ്ടത്, അതിന്റെ പാത്താണ് സോഴ്സ്. ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, അതാണ് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ ഈസ് ഓൾസോ ദി പാത്ത് ടു വിച്ച് ദി ഫയൽ ഈസ് ടു ബി കോപ്പീഡ്. എവിടേക്കാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത് അതിന്റെ പാത്താണ് കൊടുക്കുക. നമ്മൾ ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫയൽ നെയിം ഇല്ലെങ്കിൽ, ഇഫ് ദി ഡെസ്റ്റിനേഷൻ ഫയൽ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്, അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ എ ന്യൂ ഫയൽ വിൽ ബി ക്രിയേറ്റഡ്. അങ്ങനെ ന്യൂ ഫയൽ വിൽ ബി ക്രിയേറ്റ് ചെയ്യും, അതിലേക്ക് സോഴ്സ് കണ്ടന്റ് കോപ്പി ചെയ്യും. ഇഫ് ദി ഡെസ്റ്റിനേഷൻ ഫയൽ ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിലേക്ക് ഓവർ റിട്ടേൺ ചെയ്യും. അതായത് സി പി കമന്റ്, പിന്നെ സോഴ്സിന്റെ പാത്ത്, പിന്നെ ഡെസ്റ്റിനേഷൻ പാത്ത്. മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ആർഗ്യുമെന്റ് കൊടുക്കുക. പിന്നെ വല്ല ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് CP-R, അതിനുശേഷം വീണ്ടും സോഴ്സ് ഡെസ്റ്റിനേഷൻ ഒന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റും. CP-R പറഞ്ഞാൽ ഡയറക്ടറീസ് കോപ്പി ചെയ്യാൻ, CP-I പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടാൻ. ഞാൻ ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫയൽ ഡോട്ട് SH കൊണ്ടൊരു SH ഫയൽ ഉണ്ട്, പിന്നെ നെയിം ഡോട്ട് TXT കൊണ്ടൊരു TXT ഫയൽ ഉണ്ട്. ഞാൻ അതിലേക്ക് നെയിം ഡോട്ട് TXTയുടെ കണ്ടന്റ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ കാറ്റ് കമന്റ് യൂസ് ചെയ്തു. കാറ്റ് നെയിം ഡോട്ട് TXT, അതിൽ കുറച്ച് നെയിംസ് ഉണ്ട്, വിനു, രാമു, ശ്രീരാഗ്, ഷാജി. അപ്പൊ എനിക്ക് ഇതിനൊരു കോപ്പി ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എവിടെയാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്? നമ്മുടെ ഫയൽ കിടക്കുന്നത് ഇതേ കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിലാണ്. അപ്പൊ CP കമന്റ് കൊടുക്കുക, സോഴ്സിന്റെ പാത്ത് ഇതേ ഡയറക്ടറിയിലായതുകൊണ്ട് ജസ്റ്റ് നെയിം കൊടുത്താൽ മതി. അതായത് ആ ഫയലിന്റെ നെയിം ഇതേ ഡയറക്ടറിയിലായതുകൊണ്ട് അതിന്റെ പാത്തിന് പകരം ആ ഫയൽ നെയിം കൊടുത്താൽ മതി. ഇനി എവിടേക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതേ വർക്കിംഗ് ഡയറക്ടറിയിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീണ്ടും ഒരു ഫയൽ നെയിം കൊടുത്താൽ മതി. അതായത് ഫയൽ നെയിം വേറൊരു .txt ഫയൽ ഉണ്ടെങ്കിൽ അതിന്റെ നെയിം കൊടുത്താൽ മതി. വേറൊരു നമ്മളിപ്പോ ഒരു പുതിയ ഫയൽ നെയിം കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് കോപ്പി ആവും. അപ്പൊ കോപ്പി .txt കൊണ്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ജസ്റ്റ് എന്റർ അടിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ഇതാണ് സോഴ്സിന്റെ പാത്ത്. ഈ ഒരു ഫയല് ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ ഈ ഒരു പാത്തിലേക്ക് കോപ്പി ചെയ്യണം. അപ്പൊ കോപ്പി .txt കൊണ്ടൊരു ഫയൽ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ the destination file is not existing, a new file will be created and the source file contents will be copied. കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു കോപ്പി .txt കൊണ്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് കോപ്പി .txt ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന്റെ കണ്ടന്റ്സ് ഡിസ്പ്ലേ ആകും. കണ്ട, വിനു, രാമു, ശ്രീരാഗ്, ഷാജി. നാനോ യൂസ് ചെയ്തിട്ട് ഞാൻ ഫയൽ നെയിം .txt ജസ്റ്റ് എഡിറ്റ് ചെയ്യണം. അതായത് കുറച്ചുകൂടി അഡീഷണൽ പേര് ഞാൻ ആഡ് ചെയ്യണം. അരുൺ, ഗോകുൽ, ശ്രീരാഗ്, സഞ്ജയ്, സനൽ, അങ്ങനെ കുറച്ച് പേര് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പൊ കുറച്ച് അധികം പേരായി. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാൻ കൺട്രോൾ അടിച്ചു, ജസ്റ്റ് എന്റർ അടിച്ചു, കൺട്രോൾ X അടിച്ചു. ഇപ്പൊ ഇനി ഞാൻ കാറ്റ് ഫയൽ യൂസ് ചെയ്ത് ഞാൻ നെയിമിന്റെ ഫോൾഡർ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ എന്തൊക്കെ കണ്ടന്റ്? വിനു, രാമു, ശ്രീരാഗ്, ഷാജി, അരുൺ. ഇങ്ങനെയാണ് നെയിമിന്റെ ഓർഡർ എടുക്കുന്നത്. ഇനി ഞാൻ കോപ്പി കമന്റ് യൂസ് ചെയ്തിട്ട് നേരത്തെ എങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്തത്? നെയിം .txt ടു കോപ്പി .txt. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് അതിന് മുന്നേ കാറ്റ് കമന്റ് യൂസ് ചെയ്തിട്ട് കോപ്പിയിൽ എന്താണുള്ളത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തു. കോപ്പിയിൽ ഈ ഒരു 4 ഫോൾഡേഴ്സ്, 4 നെയിംസ് ഉണ്ട്. നമ്മുടെ നെയിം .txt എത്ര അധികം ഉണ്ട്. അപ്പൊ ഞാൻ CP കമന്റ് യൂസ് ചെയ്തിട്ട് കോപ്പിയാണ് നമ്മൾ സോഴ്സ് ഫയലായിട്ട് കൊടുക്കുന്നത്. കോപ്പി.txt അത് എവിടേക്കാണ് പേസ്റ്റ് ചെയ്യേണ്ടത്? അതായത് ഡെസ്റ്റിനേഷൻ ഫയൽ ഞാൻ നെയിം.txt കൊടുത്തു, ഇനി ഞാൻ ജസ്റ്റ് എന്റർ അടിച്ചു. കോപ്പിക്ക് വരെ CO കൊടുത്തുള്ളത്, CO അല്ല CP ആണ് അതിന് കമന്റ്. ജസ്റ്റ് എന്റർ അടിച്ചു. ഇനി ഞാൻ കാറ്റ് നെയിം.txt, അതായത് ഈ കോപ്പി ഫയലിലുള്ള കണ്ടന്റ് നെയിം.txt ക്കാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നെയിം.txt ഈ ഫയൽസിന് പകരം ഓവർ റിട്ടേൺ ആയിട്ടുണ്ടായിരിക്കും ഈ ഫയൽസ്. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ കാറ്റ് നെയിം.txt ജസ്റ്റ് എന്റർ അടിക്കുക. അപ്പൊ കണ്ട, മുന്നുണ്ടായിരുന്ന എങ്ങനെ കാറ്റ് നെയിം.txt ഇത്രയധികം നെയിംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുണ്ടായത്? ഓവർ റിട്ടേൺ ആയി. കാരണം നെയിം.txt കൊണ്ടുള്ള ഫയൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇഫ് ദി ഡെസ്റ്റിനേഷൻ ഫയൽ ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദി പാത്ത്, ദി ഫയൽ വിൽ ബി ഓവർ റിട്ടേൺ വിത്ത് ദി സോഴ്സ് ഫയൽ കണ്ടന്റ് വെച്ചിട്ട് ഓവർ റിട്ടേൺ ആയിരിക്കും. ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ C പ്രോഗ്രാം, ക്ലാസ് വർക്ക്, മൈ ഫോൾഡർ, പിന്നെ യൂട്യൂബ്
യൂട്യൂബിലത്തെ കണ്ടന്റ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എൽഎസ് യൂട്യൂബ് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ പൈത്തൺ പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി മാത്രമല്ല ഈ യൂട്യൂബിലേക്ക് ഈ ക്ലാസ് വർക്ക്സ് പറഞ്ഞിട്ടുള്ള ഡയറക്ടറി കോപ്പി ചെയ്യണം. അപ്പൊ ജസ്റ്റ് സി പി കൊടുത്തിട്ട് ഞാൻ കോപ്പി ചെയ്യാൻ നോക്കുകയാണ്. സി പി കൊടുത്തു, അതിനുശേഷം സോഴ്സ് ഫയൽ എന്നിട്ട് ക്ലാസ് വർക്ക് ജസ്റ്റ് ക്ലാസ് വർക്ക് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എങ്ങോട്ടാ കോപ്പി ചെയ്യേണ്ടത്? യൂട്യൂബിലേക്ക്. ഇങ്ങനെ കൊടുത്ത എറർ കിട്ടും. കണ്ട സി പി ഹൈഫൺ ആർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുകൊണ്ടുള്ള എറർ കിട്ടും. നമ്മൾ ഡയറക്ടറീസ് കോപ്പി ചെയ്യണമെങ്കിൽ സി പിയുടെ ഒപ്പം ഹൈഫൺ ആർ യൂസ് ചെയ്യണം. ഹൈഫൺ ആർ ടൈപ്പ് ചെയ്യുക. ഏത് ഡയറക്ടറി എനിക്ക് കോപ്പി ചെയ്യേണ്ടത് അതിന്റെ പാത്ത് കൊടുക്കുക ക്ലാസ് വർക്ക്. അപ്പൊ ജസ്റ്റ് ക്ലാസ് വർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് എങ്ങോട്ടാ കോപ്പി ചെയ്യേണ്ടത്? യൂട്യൂബ് എന്ന ഡയറക്ടറിക്ക്. അപ്പൊ ജസ്റ്റ് യൂട്യൂബ് ടൈപ്പ് കൊടുത്താൽ മതി. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി എൽഎസ് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് നോക്കി. എൽഎസ് യൂട്യൂബിൽ ക്ലാസ് വർക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറി കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്ടറീസ് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ഹൈഫൺ ആർ കൊടുക്കുക. ഇനി എനിക്ക് കോപ്പി ഡോട്ട് ടി എസ് ടി ഫയൽ ഡോട്ട് എസ് എച്ച് ഇത് ഈ കോപ്പി ഡോട്ട് ടി എസ് ടി ഇല്ലേ അതെനിക്ക് യൂട്യൂബ് ഈ ഒരു ഫോൾഡറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് സി പി ടൈപ്പ് ചെയ്യുക, ഫയൽ ഡോട്ട് എസ് എച്ച്. ഫയൽ ഡോട്ട് എസ് എച്ച് ടൈപ്പ് ചെയ്യാൻ കാരണം ഇതേ ഫയൽ ഡയറക്ടറിയിലാണ് ഈ ഫയൽ ഡോട്ട് എസ് എച്ച് കിടക്കുന്നത്. ഈ ഫയൽ ഡോട്ട് എസ് എച്ച് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എനിക്ക് യൂട്യൂബിലേക്കാണ് വേണ്ടത്. അപ്പൊ ജസ്റ്റ് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി എൽഎസ് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ അതിൽ ഫയൽ ഡോട്ട് എസ് എച്ചും കോപ്പി ആയി. ഇനി ഞാനിപ്പോ ഒരു ഫയൽ ഡോട്ട് എസ് എച്ചും കോപ്പി ഡോട്ട് ടി എസ് ടും ഇത് രണ്ടും എനിക്ക് ഇപ്പോ പാരന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് ആക്കണമായിരിക്കുക. അതിന് മുന്നേ എൽ എസ് പാരന്റ് ടൈപ്പ് ചെയ്തു. എൽ എസ് പാരന്റിൽ എന്തുട്ടാ ചൈൽഡ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അതിലേക്ക് എനിക്ക് കോപ്പി ഡോട്ട് ടി എസ് ടും ഫയൽ ഡോട്ട് ടി എസ് ടും കോപ്പി ചെയ്യണമായിരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സി പി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സോഴ്സ് ഫയൽ എന്നിട്ടാ കോപ്പി ഡോട്ട് ടി എക്സ് ടി പിന്നെ ഏതാ കോപ്പി ഡോട്ട് ടി എക്സ് ടി പിന്നെ ഫയൽ ഡോട്ട് എസ് എച്ച്. ഇത് രണ്ടും ഏത് ഫോൾഡറിലേക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പാരന്റ് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലേക്ക്. അപ്പൊ പാരന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൽ എസ് പാരന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാരന്റിലേക്ക് ഈ രണ്ട് ഫോൾഡറും എറ്റ് എ ടൈം കോപ്പി ചെയ്യും. അപ്പൊ ഒന്നിൽ കൂടുതൽ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ സോഴ്സ് ഫയൽസ് കൊടുക്കുക. അതിനുശേഷം ഡെസ്റ്റിനേഷന്റെ പാത്ത് കൊടുക്കുക. കണ്ട കോപ്പി ഡോട്ട് ടി എക്സ് ടിയും ഫയൽ ഡോട്ട് എസ് എച്ചും രണ്ടും പാരന്റ് എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യും. ഇനി ഞാൻ ഈ കോപ്പി എന്ന ഫയലിന്റെ കണ്ടന്റ് ആദ്യം ഡിസ്പ്ലേ ചെയ്യണം. കോപ്പി ഡോട്ട് ടി എസ് ടി അതിന്റെ എന്തൊക്കെയുള്ളത്? വിനു, സനൽ, ഗോകുൽ അങ്ങനെ കുറച്ച് നെയിംസ് ഉണ്ട്. ഈ നെയിം ഡോട്ട് ടി എസ് ടിയിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. കാറ്റ് നെയിം ഡോട്ട് ടി എസ് ടി വിനു, രാമു, ശ്രീരാഗ്, ഷാജി. അപ്പൊ ഈ കോപ്പി എന്ന ഫയലിൽ നിന്ന് എനിക്ക് നെയിമിലേക്ക് കോപ്പി ചെയ്യണം വിചാരിക്കുക. അപ്പൊ എങ്ങനെ കമന്റ് യൂസ് ചെയ്യാം? കോപ്പി അതിനുശേഷം കോപ്പിയുടെ കമന്റ് സി പി അതിനുശേഷം കോപ്പി ഫയൽ ഡോട്ട് ടി എസ് ടി അതിനുശേഷം നമുക്ക് ഇതിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത് നെയിം ഡോട്ട് ടി എസ് ടി നെയിം ഡോട്ട് ടി എസ് ടി. അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടണമെങ്കിൽ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഹൈഫൺ ഐ. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ അടിച്ചു കൊടുത്താൽ ഓവർ റൈറ്റ് നെയിം ഡോട്ട് ടി എസ് ടി അതായത് ഇതാണ് നമ്മുടെ സോഴ്സ് ഫയൽ. ഈ സോഴ്സ് ഫയലിൽ നിന്ന് ഇങ്ങോട്ടാണ് കോപ്പി ആയിരിക്കുക. അതായത് റൈറ്റ് മോസ്റ്റുള്ള ഫയൽ നെയിം ഡോട്ട് ടി എസ് ടിയിലേക്ക് ആയിരിക്കും കോപ്പി ചെയ്യുക. അപ്പൊ നെയിം ഡോട്ട് ടി എസ് ടിയിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ട്. എന്ത്? വിനു, രാമു, ശ്രീരാഗ്, ഷാജി അങ്ങനെ 4 നെയിം ഉണ്ട്. അപ്പൊ അതിലേക്ക് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത്. അതായത് ഇതൊക്കെ പോയിട്ട് പുതിയ നെയിംസ് വന്നിട്ടുള്ള കോപ്പി ഡോട്ട് ടി എസ് ടി ഈ ഒരു ഫയൽസ് വരണമെന്ന് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യണമെങ്കിൽ എസ് ടൈപ്പ് വൈ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഞാൻ ജസ്റ്റ് കാറ്റ് ഡിസ്പ്ലേ ചെയ്യാണ്. കാറ്റ് നെയിം ഡോട്ട് ടി എസ് ടി ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നെയിം ഡോട്ട് ടി എസ് ടി എങ്ങനെയായിരുന്നു? ആദ്യം വിനു, രാമു, ശ്രീരാഗ്, ഷാജി അത് ഓവർ റിട്ടേൺ ചെയ്തിട്ട് വിനു, സനൽ, ഗോകുൽ, ശ്രീരാഗ് പുതിയത് ഓവർ റിട്ടേൺ ആയി. അതിനാണ് ഓവർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സി പി ഹൈഫൺ യൂസ് ചെയ്യുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ മാൻ പേജിൽ സി പി കമന്റ് ഉണ്ട്. മാൻ സി പി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഏതൊക്കെ ഓപ്ഷനാണ് വേണ്ടത് ഏതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്യൂ ടൈപ്പ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് കോപ്പി ഡോട്ട് ടി എസ് ടി ഫയൽ ഡോട്ട് എസ് എച്ച് നെയിം ഡോട്ട് ടി എസ് ടി അങ്ങനെ 3 ഫയൽസും കൂടി എനിക്കിപ്പോ മൈ ഫോൾഡർ എന്ന ഫയലിലേക്ക് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പൊ ആദ്യം എൽ എസ് മൈ ഫോൾഡർ എന്തൊക്കെ ഉണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എൽ എസ് മൈ ഫോൾഡറിൽ ഫയൽ ഡോട്ട് എസ് എച്ച് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഫയൽ ഡോട്ട് എസ് എച്ച് ഉള്ളതുകൊണ്ട് അതല്ലാണ്ടുള്ള ഈ 2 ഫോൾഡർ കോപ്പി ഡോട്ട് ടി എസ് ടിയും നെയിം ഡോട്ട് ടി എസ് ടിയും മൈ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോപ്പി ടൈപ്പ് ചെയ്യുക. സോഴ്സ് ഫയൽസ് ഏതൊക്കെയാണ്? കോപ്പി ഡോട്ട് ടി എസ് ടി നെയിം ഡോട്ട് ടി എസ് ടി സോഴ്സ് ഫയലിന് നമ്മൾ ഏത് ഫോൾഡറിലേക്ക് കൊടുക്കുന്നത്? മൈ ഫോൾഡറിന്റെ പാത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. മൈ ഫോൾഡർ ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി എൽ എസ് മൈ ഫോൾഡർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മൈ ഫോൾഡറിലേക്ക് ഏതൊക്കെ ഈ ആദ്യം 2 ഫയൽ ഇത് 2 മാത്രമായിരുന്നു ഫയൽ ഡോട്ട് എസ് എച്ചും ഫോൾഡർ 1ഉം. അപ്പൊ ഇതിൽ അതല്ലാണ്ട് കോപ്പി ഡോട്ട് ടി എസ് ടിയും അവിടേക്ക് കോപ്പി ആയി നെയിം ഡോട്ട് ടി എസ് ടിയും കോപ്പി ആയി. അപ്പൊ അങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ കോപ്പി ചെയ്തത് സെയിം വർക്കിംഗ് ഡയറക്ടറി അങ്ങനെ കോപ്പി ചെയ്തത് നമുക്ക് പാത്ത് കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. പാത്ത് പറഞ്ഞ അബ്സല്യൂട്ട് പാത്ത് അല്ലെങ്കിൽ റിലേറ്റീവ് പാത്ത് കൊടുക്കുക. അബ്സല്യൂട്ട് പാത്ത് പറഞ്ഞ റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ യൂട്യൂബിൽ എന്തൊക്കെ ഉള്ളത്? എൽ എസ് യൂട്യൂബ് ഞാൻ ജസ്റ്റ് എൽ എസ് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിന് തൊട്ടാണ് ക്ലാസ് വർക്ക്. എൽ എസ് യൂട്യൂബ് ക്ലാസ് വർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. എൽ എസ് യൂട്യൂബ് ക്ലാസ് വർക്കിൽ ഒറ്റ ഫോൾഡർ എടുക്കാം.
അപ്പൊ എനിക്ക് ഇവിടെ ഉള്ള ഈ മൈ ഫോൾഡർ എന്ന ഫോൾഡർ എനിക്ക് ക്ലാസ് വർക്കിന്റെ അകത്തേക്ക് കൊടുക്കണം വിചാരിക്കുക. അപ്പൊ മൈ ഫോൾഡർ ഉള്ളത് ഓൾറെഡി കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിൽ ഉള്ളത്. അപ്പൊ cp-r യൂസ് ചെയ്യുക. അതിനുശേഷം മൈ ഫോൾഡർ ജസ്റ്റ് ടൈപ്പ് കൊടുത്താൽ. പക്ഷെ നമ്മുടെ ക്ലാസ് വർക്കിലേക്ക് എത്തണമെങ്കിൽ ആദ്യം യൂട്യൂബിലേക്ക് പോകണം. യൂട്യൂബിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് യൂട്യൂബ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്ലാസ് വർക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഞാൻ ls യൂട്യൂബ് ക്ലാസ് വർക്ക് ടൈപ്പ് ചെയ്യണം. അതിലേക്ക് ആ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, മൈ ഫോൾഡർ കോപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ -r ഉള്ളത് ഡയറക്ടറി കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ മൈ ഫോൾഡർ എന്നതാണ് സോഴ്സിന്റെ പാത്ത്. ഇവിടെ യൂട്യൂബ് ക്ലാസ് വർക്ക് എന്നതാണ് ഡെസ്റ്റിനേഷന്റെ പാത്ത്. അപ്പൊ ഡെസ്റ്റിനേഷൻ പാത്ത് ഇവിടെ ഞാൻ റിലേറ്റീവ് പാത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിലേറ്റീവ് പാത്തിന് വരെ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് യൂസ് ചെയ്യാം. അബ്സല്യൂട്ട് ഇപ്പൊ എനിക്ക് ഡയറക്ടറി കോപ്പി ചെയ്യുന്നതിന് പകരം ഇവിടെ ഉള്ളത് copy.txt, file.sh, name.txt 3 ഫയലും കൂടിയിട്ട് എനിക്ക് ഈ ക്ലാസ് വർക്കിലേക്ക് തന്നെ ആഡ് ചെയ്യണം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, cp കമന്റ് യൂസ് ചെയ്യും. അതിനുശേഷം copy.txt, name.txt, file.sh അതെനിക്ക് ക്ലാസ് വർക്കിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം യൂട്യൂബ് ഡയറക്ടറിയിലേക്ക് പോവുക. അതിനുശേഷം ക്ലാസ് വർക്കിലേക്ക് പോവുക. ജസ്റ്റ് ls യൂട്യൂബ് ക്ലാസ് വർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ എന്തൊക്കെ ഉണ്ട്, നേരത്തെ മൈ ഫോൾഡർ മാത്രമായിരുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തു, copy.txt, name.txt, file.sh. അപ്പൊ ഇത് മൂന്നും സോഴ്സ് ഫയലുകളായിട്ടാണ് പരിഗണിക്കുക. അതിനിട്ട് ഏതിലേക്കാണ്, ഡെസ്റ്റിനേഷൻ പാത്തായിട്ടാണ് ഇത് പരിഗണിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് പാത്തും റിലേറ്റീവ് പാത്തും നന്നായി അറിഞ്ഞിരുന്നാൽ നമുക്ക് കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെ ഏത് വർക്കിംഗ് ഡയറക്ടറിയിലേക്കും കോപ്പിയും പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫയൽസും കോപ്പി ചെയ്യാം, ഡയറക്ടറീസും കോപ്പി ചെയ്യാം. ഡയറക്ടറി കോപ്പി ചെയ്യുമ്പോൾ cp-r കൊടുക്കുക. പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടണമെങ്കിൽ cp-i കൊടുക്കുക.